ഹായ് കൂട്ടുകാരി, കളി വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് അശ്വിൻ എന്ന കുട്ടിയുടെ കഥ കേട്ടാലോ? എല്ലാവരും റെഡിയല്ലേ? അശ്വിൻ മാത്രമല്ല കേട്ടോ നമ്മുടെ കഥയിലുള്ളത്, അവൻ്റെ കൂട്ടുകാരനായ പൂപ്പിയുമുണ്ട്. അപ്പം എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? കഥയിലോട്ട് പോകാം. ഒരിടത്ത് ഒരു ദിവസം നമ്മുടെ അശ്വിൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞു പപ്പി കണ്ടോ. ഇതാണ് നമ്മുടെ പപ്പി. കുഞ്ഞു പപ്പി അവിടെ കിടക്കുന്നു. പാവം തോന്നി ആർക്ക്? നമ്മുടെ അശ്വിന്. കാരണം പപ്പി നമ്മുടെ അശ്വിനെ നോക്കി കുരയ്ക്കുകയായിരുന്നു. അയ്യോ, പാവം തോന്നി. അശ്വിൻ എന്ത് ചെയ്തു? പൂപ്പിയെയും വീട്ടിലോട്ടെടുത്തു. മെല്ലെ മെല്ലെ പൂപ്പിയെയും കൊണ്ട് വീട്ടിലോട്ട് പോയപ്പോൾ അച്ഛനും അമ്മയും ഒരു നോട്ടം. പക്ഷേ ഒന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ പൂപ്പി ആള് വില്ലനായിരുന്നു. പൂപ്പി അവരുടെ അച്ഛൻ്റെ ചെരുപ്പെല്ലാം കടിച്ചു. അതുപോലെ അമ്മ ഉണക്കാനിട്ട തുണിയെല്ലാം വലിച്ച് താഴെ ഇട്ടു. പൂപ്പി പിന്നെ എന്ത് ചെയ്തെന്നറിയുമോ? അശ്വിൻ്റെ പെൻസിൽ ബോക്സ് എല്ലാം കടിച്ചു. അങ്ങനെ ഭയങ്കര വികൃതിക്കാരനായിരുന്നു നമ്മുടെ പൂപ്പി. അത് കണ്ടപ്പോൾ അശ്വിൻ്റെ അച്ഛനും അമ്മയും അശ്വിനെ ചീത്ത പറഞ്ഞു. എന്നാലും അശ്വിന് പൂപ്പിയെ കണ്ടപ്പോൾ പാവം തോന്നി. അശ്വിൻ ഈ കുസൃതി എല്ലാം ആസ്വദിച്ചിരുന്നു. അങ്ങനെ ഒരു രാത്രി ഇവർ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുമ്പോൾ നമ്മുടെ പൂപ്പി പ്രത്യേകം ഒരു സൗണ്ടുമെല്ലാം ഇട്ട് ഭയങ്കരമായി കുരയ്ക്കുന്നു. അത് കേട്ട് പെട്ടെന്ന് അച്ഛൻ ഉണർന്നു. അച്ഛൻ ഉണർന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു കള്ളൻ ഇതാ വാതിൽ കുത്തി പൊളിക്കാൻ നോക്കുന്നു. അച്ഛനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു കള്ളൻ. ഇതെല്ലാം കഴിഞ്ഞ് പൂപ്പിയെ അച്ഛനും അമ്മയും നോക്കി. പാവം തോന്നി, ഒരുപാട് സ്നേഹവും തോന്നി. അങ്ങനെ പൂപ്പിയുടെ കുസൃതികളെല്ലാം ആസ്വദിച്ച് അവർ സന്തോഷത്തോടുകൂടി ജീവിച്ചു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.